ഇലക്ട്രിക് വാഹനങ്ങൾ ഇടതുമുന്നണിയുടെ നയപരമായ തീരുമാനമെന്ന് വി കെ പ്രശാന്ത് എം.എൽ.എ. ഇലക്ട്രിക് വാഹനങ്ങൾ ജനങ്ങൾക്ക് അനിവാര്യമാണ്. ഇലക്ട്രിക് ബസ്സുകൾ നഷ്ടത്തിലാണെങ്കിൽ ആ കണക്ക് മന്ത്രി വ്യക്തമാക്കണം. തിരുവനന്തപുരത്തെ ജനപ്രതിനിധി എന്ന നിലയിൽ ഇലക്ട്രിക് ബസ്സുകൾ അവസാനിപ്പിക്കുന്നതിനോട് യോജിക്കാനാകില്ല. വായു മലിനീകരണം കുറഞ്ഞ നഗരമാണ് തിരുവനന്തപുരമെന്നും വി കെ പ്രശാന്ത് പറഞ്ഞു. അപ്പൊ ഇത് KSRTC സഹായമല്ലേ? അപ്പൊ ആ ബസ്സുകളെ പ്രയോജനപ്പെടുത്തി ലാഭത്തിലേക്ക് വരാനുള്ള മാനേജ്മെന്റ് കപ്പാസിറ്റി അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള പദ്ധതികൾ അവരാവിഷ്കരിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഈ കിട്ടുന്ന സഹായം വേണ്ടെന്ന് വെക്കുന്ന മണ്ഡലമല്ലേ? അപ്പൊ അതൊരു പോളിസിയുടെ അടിസ്ഥാനത്തിലാണ്. ഇപ്പൊ ഡീസൽ വാഹനം വാങ്ങാൻ സ്മാർട്ട് സിറ്റി പണം കൊടുക്കില്ല, കിഫ്ബി പണം കൊടുക്കില്ല, വേൾഡ് ബാങ്ക് പണം കൊടുക്കില്ല. അപ്പൊ അതൊരു പൊള്യൂഷൻ കുറയ്ക്കുന്ന നയത്തിന്റെ ഭാഗമായി ഇലക്ട്രിക് വാഹനങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു നയം, അതിന്റെ ഭാഗമായിട്ടാണ് ഫണ്ട് കിട്ടുന്നത്. അപ്പൊ ആ ഫണ്ടിനെ വാങ്ങിയെടുത്ത് പ്രയോജനപ്പെടുത്തുന്ന നയം KSRTC എടുക്കുക എന്നുള്ളതാണ് ഞാൻ വ്യക്തമാക്കിയത്. നഗരവാസികളുടെ ഒരു വികാരം ഞാൻ എന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പ്രകടിപ്പിക്കാനാണ് ഉദ്ദേശിച്ചത്. കാരണം ഇത് ആളുകൾ നന്നായി ആശ്രയിക്കുന്ന ഒരു സംഗതിയാണ്. 10 രൂപയ്ക്ക് നഗരത്തിൽ ചുറ്റാൻ വേണ്ടി കഴിയുന്ന ഒരു സാഹചര്യം, മാസക്കൂപ്പണുകളടക്കം എടുത്തുകൊണ്ട് ആളുകൾക്ക് അത് പ്രയോജനപ്പെടുത്താനുള്ള ഒരു സാഹചര്യം. അപ്പൊ അത് ജനങ്ങളെല്ലാം നന്നായി സ്വീകരിച്ചു. അപ്പൊ ആ സ്വീകരിക്കപ്പെട്ട ഒരു സംഗതി നിർത്തലാക്കും എന്ന് പറയുന്നതിലാണ് വിയോജിപ്പ്. വി വിനോദ് ചേരുന്നു. വിനോദ്, മന്ത്രി പറഞ്ഞതിനോട് വി കെ പ്രശാന്ത് എം.എൽ.എ. യോജിക്കുന്നില്ല. എന്താണ് അദ്ദേഹം ഇതിൽ പറയുന്നത്? ധന്യ, പലവിധ കാര്യങ്ങളിൽ കയ്യടി വാങ്ങിയാണ് KB ഗണേഷ് കുമാർ ഇതുവരെയുള്ള അദ്ദേഹത്തിന്റെ, അത് പത്തനാപുരത്തെ MLA എന്ന നിലയിലും ഇപ്പോൾ മന്ത്രിയായപ്പോഴും ആ നിലയ്ക്ക് തന്നെയാണ്. പക്ഷേ കഴിഞ്ഞ ദിവസത്തെ ചില പ്രസ്താവനകൾ അത് വിവാദത്തിലേക്ക് പോവുകയാണ്. അല്ലെങ്കിൽ KB ഗണേഷ് കുമാർ പറഞ്ഞതുപോലെ അത്ര എളുപ്പത്തിൽ കാര്യങ്ങൾ നടക്കില്ല എന്നൊരു സൂചന തന്നെയാണ് പുറത്തുവരുന്നത്. കാരണം ഈ ഇലക്ട്രിക് വാഹനങ്ങൾ എന്നത് ഇടതുമുന്നണിയുടെ നയപരമായ തീരുമാനമാണ്. അത്തരം വാഹനങ്ങളെ പ്രോത്സാഹിപ്പിക്കുക, അത്തരം വാഹനങ്ങൾ കൂടുതലായി ഉപയോഗിക്കുക എന്നത്. അത് തന്നെയാണ് വി കെ പ്രശാന്ത് പറയുന്നത്. വി കെ പ്രശാന്ത് CPM-ന്റെ പ്രതിനിധിയായി പറയുമ്പോൾ അത് ഉറപ്പായും നേതൃത്വം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഇത്തരത്തിലുള്ള ഒരു നിലപാട് വ്യക്തമാക്കുന്നത്. മാത്രമല്ല, തിരുവനന്തപുരം നഗരസഭയുടെ ഏറ്റവും ജനകീയരായ മേയർമാരുടെ പട്ടികയെടുത്താൽ അതിൽ ഒരാളായിരുന്നു പ്രശാന്ത്. ഇപ്പോൾ വട്ടിയൂർക്കാവ് MLA ആണ്. വട്ടിയൂർക്കാവ്, തിരുവനന്തപുരം മണ്ഡലം, അതുപോലൊപ്പം തന്നെ കഴക്കൂട്ടം, നിയമം, ഈ മണ്ഡലങ്ങളിലൊക്കെയുമായാണ് തിരുവനന്തപുരം നഗരം വ്യാപിച്ചു കിടക്കുന്നത്. ആ ഒരു സ്ഥിതിയിൽ ഇവിടെ ഓടുന്ന വാഹനങ്ങൾ, പ്രത്യേകിച്ച് ഈ ഇലക്ട്രിക് വാഹനങ്ങൾ, അത് വളരെ ജനകീയമായി സർവീസുകൾ നടത്തുകയാണ്. വലിയ വാഹനങ്ങളല്ല. അതുകൊണ്ട് തന്നെ ചെറിയ വഴികളിലൂടെയൊക്കെയും ആളുകൾക്ക് മറ്റ് ബസ്സുകൾ എത്താത്ത സ്ഥലത്തൊക്കെയും ഈ ബസ് എത്തുകയും അത് ആളുകൾക്ക് പ്രയോജനപ്പെടുന്ന ഒരു സാഹചര്യവുമുണ്ട്. മാത്രവുമല്ല, ഇതിന്റെ കണക്കിനെ ചൊല്ലി വലിയ തർക്കം നിലനിൽക്കുന്നുണ്ട്. ആന്റണി രാജുവിന്റെ നടപടികൾ, അല്ലെങ്കിൽ അദ്ദേഹം നടപ്പാക്കിയ മുഴുവൻ കാര്യങ്ങളും എടുത്തു മാറ്റിക്കൊണ്ട് മുന്നോട്ട് പോകാൻ KB ഗണേഷ് കുമാർ ശ്രമിക്കുന്നു. അല്ലെങ്കിൽ ആ തരത്തിൽ തന്നെയാണ് അദ്ദേഹത്തിന്റെ ഓരോ ദിവസത്തെയും പ്രസ്താവന. KSRTC കുത്തഴിഞ്ഞ നിലയിലാണ്, സംവിധാനമില്ല, നഷ്ടത്തിൽ ഉണ്ടാകുന്നു, ചോർച്ച ഉണ്ടാകുന്നു തുടങ്ങി ആന്റണി രാജുവിനെ ലക്ഷ്യം വെച്ച് തന്നെയാണ് ഗണേഷ് കുമാറിന്റെ ഓരോ ദിവസത്തെയും പ്രസ്താവനകളെന്ന് വ്യക്തം. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ KSRTC കൊണ്ടുവന്ന കാര്യങ്ങൾ അപ്പാടെ മാറ്റാൻ ഗണേഷ് കുമാർ ശ്രമിക്കുന്നു. പക്ഷെ അവിടെയാണ് ഈ കണക്കിനെ ചൊല്ലിയുള്ള തർക്കം ഉയർന്നു വരുന്നത്. മന്ത്രി കണക്ക് പുറത്തുവിടട്ടെ എന്ന ഒരു കാര്യമാണ് പ്രശാന്ത് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം KB ഗണേഷ് കുമാർ പറഞ്ഞത് മുഖവിലയ്ക്ക് CPM എടുക്കുന്നില്ല എന്നതിന്റെ കൃത്യമായ സൂചന തന്നെയാണ് അത്. അതായത് ഈ സർവീസുകൾ നഷ്ടത്തിലാണെങ്കിൽ ആ കണക്ക് പുറത്തുവിടട്ടെ എന്നതാണ്. ആന്റണി രാജുവുമായി നമ്മൾ ബന്ധപ്പെടുമ്പോൾ അദ്ദേഹം പരസ്യ പ്രസ്താവനയ്ക്ക് ഇതുവരെ മുതിർന്നിട്ടില്ല. പക്ഷേ ഈ സർവീസുകൾ ലാഭകരമാണെന്ന സൂചന തന്നെയാണ് നമുക്ക് KSRTCയിലെ ചില ഉദ്യോഗസ്ഥരിൽ നിന്ന് മനസ്സിലാക്കുമ്പോഴും ഈ സർവീസുകൾ പൂർണ്ണമായും നഷ്ടമല്ല എന്ന നിലയിൽ തന്നെയാണ് KB ഗണേഷ് കുമാർ പറയുന്ന മാതിരി നഷ്ടത്തിലല്ല എന്ന വിവരമാണ് ലഭിക്കുന്നത്. ഏതായിരുന്നാലും അതിന്റെ കൃത്യമായ കണക്കുകൾ വരേണ്ടതുണ്ട്. ഈ കണക്കാണ് ഇപ്പോൾ MLA ആവശ്യപ്പെടുന്നത്. ഇത്തരം സർവീസുകൾ അവസാനിപ്പിക്കാൻ കഴിയില്ല. തിരുവനന്തപുരത്തെ ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ അതിനോട് യോജിക്കാൻ കഴിയില്ല. ഒരുപാട് ആളുകൾ സർവീസ് ഉപയോഗിക്കുന്നതാണ്. 10 രൂപ നിരക്ക് വർദ്ധിപ്പിക്കുന്നതെങ്കിൽ അത് അക്കാര്യത്തിൽ തീരുമാനമെടുക്കട്ടെ. 10 രൂപ നഷ്ടമാണെങ്കിൽ ആ നിരക്ക് വർധനയുടെ കാര്യം പരിഗണിക്കട്ടെ എന്ന കാര്യം കൂടി MLA പറയുന്നുണ്ട്. മാത്രവുമല്ല, ഇത്തരം വാഹനങ്ങൾ വരുമ്പോൾ അത് വേണ്ടാന്ന് വയ്ക്കുന്നു. പ്രത്യേകിച്ച് കേന്ദ്രാവിഷ്കൃത പദ്ധതികളിലൂടെയും മറ്റും കിഫ്ബി വഴിയുമൊക്കെയും ഈ വാഹനങ്ങൾ സ്മാർട്ട് സിറ്റിയുടെ ഭാഗമായി കിട്ടുമ്പോൾ അത് വേണ്ട എന്ന് പറയുന്നത് മണ്ടത്തരമാണ്. കാരണം ലോകബാങ്ക് പോലുള്ള ഏജൻസികൾ ഇത്തരം കാര്യങ്ങൾക്ക് സഹായം നൽകുന്നില്ല. തിരുവനന്തപുരം അന്തരീക്ഷ മലിനീകരണം കുറഞ്ഞ നഗരമാണ്. അതിൽ ഇവിടെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം ഈ നഗരവികസന മന്ത്രാലയമൊക്കെയും നഗരങ്ങളുടെ പട്ടിക അത് ശുചിത്വത്തിനും അതോടൊപ്പം തന്നെ അന്തരീക്ഷ മലിനീകരണമൊക്കെയും അതിന്റെ ക്രൈറ്റീരിയയാണ്. അതെല്ലാം മാനദണ്ഡമാക്കിയാണ് ഓരോ നഗരത്തിനും റാങ്ക് നൽകുന്നത്.
അപ്പോൾ MLA പറയുന്ന കാര്യം വളരെ പ്രസക്തമാണ്. തിരുവനന്തപുരത്ത് മലിനീകരണം കുറഞ്ഞ ഒരു നഗരമാണ്. ഡീസൽ ബസ്സുകൾ കൂടുതലായി ഉപയോഗിച്ചാൽ ആ സാഹചര്യത്തിന് മാറ്റമുണ്ടാകും. ധന്യ. ശരി, നന്ദി വിനോദ്.